ആൻഡി അങ്ങനെ ഇത്ര ടേസ്റ്റോടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത്? നീ നനച്ചാലും മുടിയും ആനാ നീ നനയ്ക്ക മാട്ടിയേ. ഞാൻ ഇടയ്ക്ക് നനക്കണം എന്നൊക്കെ വിചാരിക്കും, പക്ഷെ മടി അങ്ങോട്ട് സമ്മതിക്കില്ല. നനച്ചോണ്ട് ഇവിടെ ഇരുന്നാ മതി. കെട്ടിലമ്മയ്ക്ക് ഒരു സിംഹാസനം കൂടി ഇട്ട് തരട്ടെ ഇരുന്ന് കഴിക്കാൻ. വെറുതെ കയറി വന്നിട്ട് എന്നെ മെക്കിട്ട് കയറുന്ന വെറുതെയോ? നിനക്കേ വയ്യാതിരിക്കുന്നവരെ നോക്കാതെ നിനക്ക് വേറെ എന്ത് പരിപാടി ഇവിടെ ഉള്ളത്? അമ്മ യാർക്ക് ഉടമ്പ് മുടിയല? മുടിയാനായിട്ട് ഒരാൾ കൂടെ ഉണ്ടല്ലോ, വേറെ ആരും വേണ്ടല്ലോ. ചേടാ, ഞാൻ മനസ്സമ്മാനത്തോടെ ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുവായിരുന്നില്ലേ, വെറുതെ എന്തിനാ എന്റെ മെക്കിട്ട് കയറുന്നേ? എന്റെ അമ്മൂമ്മക്ക് ഇവിടെ ആരെങ്കിലോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അമ്മൂമ്മ അവരുടെ മെക്കിട്ട് തീർക്കും. എനിക്ക് ആരോടും ദേഷ്യമില്ല, നിന്നോട് പ്രത്യേകിച്ചും. പക്ഷെ പറയാനുള്ളത് ആരുടെ മുഖത്ത് നോക്കിയാണെങ്കിലും ഞാൻ പറയും. അതാണ് ചോനർത്തല ഭവാനി. ആയിക്കോട്ടെ, പക്ഷെ കാര്യം എന്താന്ന് പറഞ്ഞിട്ട് പറ. ലച്ചു, എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് കേട്ടോ. മഹാലക്ഷ്മി അവിടെ ഉള്ളത്, നീ അത് തട്ടിത്തെറിപ്പിച്ച് കളയല്ലേ. അമ്മ என்ன விஷயம்னு முதல்ல சொல்லுங்கம்மா, அப்பதானே எங்களுக்கு தெரியும். പറഞ്ഞാ നീ പ്രശ്നം പരിഹരിച്ചു തരുവോ? நான் മുയற்சி செய்யறேம்மா. ലച്ചു, ഞാനൊരു കാര്യം നിന്നോട് പറയാം. ഞാൻ പറയുന്നത് നീ കേൾക്കണം. ഇവിടെ ഉള്ളത് മഹാലക്ഷ്മിയാ. അവരെ വെറുപ്പിക്കരുത്. വെറുപ്പിച്ച എന്റെ സ്വഭാവം നീ അറിയും കേട്ടാ. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ശരിക്കും ഇപ്പൊ എന്താ സംഭവിച്ചേ? ഒരു കാര്യമില്ലാതെ എന്നെ നെഞ്ചത് പൊങ്കലിട്ടിട്ട് പോയ പോക്ക് നോക്കിക്കേ. ഇത് ഇങ്ങനെ വിട്ടാ ശരിയാവും ആൻറ്റി? இல்ல நம்ம கேட்கணும். ஆனா என்ன பிரச்சனைன்னு தெரியாம நம்ம எப்படி போய் கேட்போம்? എനിക്കറിയാൻ പാടില്ല എന്താ പ്രശ്നം. ഞാൻ എന്തായാലും ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. എനിക്കൊരു ഐഡിയ ഉണ്ടോ? ஒருவேளை நீ ஒரு வேலையும் செய்யாம சும்மா உட்காந்துட்டு சாப்பிட்டு இருப்பியோன்னு அப்படி ஏதாவது டவுட் அம்மாக்கு இருக்குமோ? അങ്ങനത്തെ ഒരു ഡൗട്ട് വരേണ്ട കാര്യം എന്താ? இல்ல நிஜம்தானே அது. ആൻറ്റി, ஐ நான் சொல்லலப்பா, அம்மா நினைக்கிறது நான் சொன்னேன், அவ்வளவுதான். എന്നാലും അങ്ങനെ നനയ്ക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. நீ தப்பெல்லாம் செய்யல. சரி ஒண்ணு செய்யலாம். എവിടെ പോണു? ஒரு நிமிஷம் இத கொஞ்சம் ஒண்ணு செய்யலாம். நீ வந்து அம்மா முன்னாடி வேலை செய்யற மாதிரி ஆக்ட் பண்ணு. എന്നിട്ട് அப்போ அம்மாவோட கோவம் அடங்கிடும். அப்ப பிரச்சனை சால்வ். കോപം അടങ്ങിയില്ലെങ്കിലോ? அப்ப நம்ம வேற ஐடியா யோசிப்போம். എനിക്കിത് മനസ്സിലാവുന്നില്ല. வெயிட் ஒரு நிமிஷம் போறேன். വെയിറ്റ്. இத வை, கைய அலம்பு, இத புடி. அம்மா எங்க உட்காந்துட்டு இருக்காங்களோ அங்க போய் நீ பெருக்கு. പണിയെടുക്കാന് നൈസായിട്ട് വീട്ടിലെ പണിയൊക്കെ എന്നെ കൊണ്ട് ചെയ്യിക്കാനുള്ള ആന്റിയുടെ ഐഡിയ അല്ലല്ലോ. என்ன லட்சு இது? நான் அப்படி உங்ககிட்ட செய்வேனா? நான் ஐடியா தானே கொடுத்தேன். പക്ഷെ എന്നാലും എന്താ കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ലെന്നേ. காரியம் எல்லாம் அப்புறம் எல்லாம் நம்ம பார்க்கலாம். இப்ப நீ போய் செய்யறது சொல்லுச்சே, நான் சொல்றது செய். ആ കാലൊന്ന് മാറ്റിക്കേ. കാലെന്ത് വെട്ടിത്തരണോ? വെട്ടിത്തരൊന്നും വേണ്ട, ഇച്ചിരി നീക്കി വെച്ചാ മതി. നീ എന്നെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിട്ടല്ലേ ഇപ്പൊ ചൂല് കൊടുത്തോണ്ട് ഇങ്ങോട്ട് വന്നത്? അല്ല, ഞാൻ അവിടുത്തെ ഇങ്ങനെ തൂത്ത് അങ്ങനെ ഇങ്ങനെ പോവാന്ന് വിചാരിച്ചു, അതുകൊണ്ടാ. നിനക്ക് വേറെ എവിടെങ്കിലും തൂത്താ പറയാം, ഇവിടെ തന്നെ തൂക്കണമെന്ന് നിർബന്ധം? അല്ല, എറയം തൂത്തിട്ട് അകത്തേക്കൊക്കെ തൂക്കാന്ന് വിചാരിച്ചാ കാലൊന്ന് മാറ്റുമായിരുന്നെങ്കിൽ ഒന്ന് തൂക്കായിരുന്നു. എന്റെ ലച്ചു, നീ ചുമ്മാ എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ നിന്റെ പാട് നോക്കി പോയേ. ചേട്ടാ, ഇത് വലിയ ശല്യമായില്ല. ഞാൻ നിനക്കൊരു ശല്യമാണ്, എനിക്കറിയാതെ. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഇത് വലിയ കഷ്ടമാണല്ലോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നീ കിടന്നു അധികം ഉരുണ്ട് കളിക്കാനൊന്നും നോക്കണ്ട. അമ്മൂമ്മ പറ, ശരിക്കും എന്താണ് അമ്മൂമ്മയുടെ പ്രശ്നം? എനിക്കൊരു പ്രശ്നവുമില്ല. നീ എന്റെ കണ്ണു മുമ്പിൽ നിന്ന് പോയി തരുവോ? അങ്ങനെ ഇപ്പൊ ഞാൻ കണ്ണു മുമ്പിൽ നിന്ന് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അമ്മൂമ്മ കാര്യം പറഞ്ഞേ. നീ എന്തെന്നെ അടിക്കാൻ ചൂലെടുക്കുന്നോ? ചൂല അവിടെ ഇട്ട് നീ കാര്യം പറ, ഞാൻ എന്റെ പിടിച്ച് കയറണ്ട. എനിക്കൊരു പ്രശ്നമില്ല, നീ നിന്റെ കാര്യം നോക്കി പോയാ മതി. നീ എന്നോട് വഴക്കുണ്ടാക്കാൻ നിക്കണ്ട. ഞാൻ വഴക്കുണ്ടാക്കാൻ വന്നല്ല. അല്ലെങ്കിൽ തന്നെ നിന്നെ ഒന്നും ഒരാവശ്യത്തിനും കിട്ടത്തില്ലല്ലോ. അതിന് ഞാൻ എന്താ ചെയ്തതെന്ന് കൂടെ പറ. നിനക്ക് എന്തോ ഇവിടെ തിരക്ക്? നീ ഒരു കാര്യം ചെയ്യ്, 10 മണി വരെ കിടന്ന് ഇവിടെ കിടന്ന് ഉറങ്ങും. എനിക്കറിയാൻ പാടില്ല, ചോദിക്കാ. വെറുതെ എന്നെ ചീത്തോർന്നുകൊണ്ടിരിക്കുക. അല്ല, എന്താ ഭവാനി പ്രശ്നം?
ലച്ചു നീ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യം വഷളാക്കല്ലേ കേട്ടാ. ഞാൻ എന്താ പറഞ്ഞെന്നാ? എന്താ ലച്ചു പ്രശ്നം? അമ്മ ചുമ്മാ കാര്യമൊന്നും ഇല്ലാതെ ഇങ്ങനെയൊന്നും പറയത്തില്ലല്ലോ. ഞാനൊന്നും ചെയ്തില്ല. ഞാൻ അടുക്കളയിൽ കനകാന്റെ അടുത്ത് സംസാരിച്ച് 2 ദോശ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ദോശ പോലും തിന്നീർക്കാൻ സമ്മതിച്ചില്ല. ഇത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. ഏത് സമയം തീറ്റി അല്ലെങ്കിൽ ഉറക്കം. തീറ്റി ഉറക്കം മാത്രമേ ഉള്ളൂ എന്ന്. അപ്പൊ അമ്മൂമ്മ പറഞ്ഞു വരുന്നത് ഞാൻ ഇവിടുത്തെ പണിയൊന്നും എടുക്കുന്നില്ല എന്നല്ലേ? സിദ്ധുവിന്റെ അച്ഛനും അമ്മയും നിൽക്കുമല്ലേ? ചോദിച്ചു നോക്ക്. അമ്മ പുഴിപ്പുറത്തെ എല്ലാ ജോലിയും ചെയ്യുന്ന ഞാനല്ലേ അമ്മ? അതെ അതെ അതെ, അവിടുത്തെ എല്ലാ ജോലിയും ചെയ്യുന്ന സീതയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതെന്തുകൊണ്ടാ? ഞാൻ രാവിലെ എണീക്കുന്നതിന് മുന്നേ അമ്മ അടുക്കളയിൽ കയറി അടുക്കളപ്പണിയൊക്കെ ചെയ്തു തീർക്കും അല്ലേ അമ്മ? അതെന്തുകൊണ്ടാ? അതും കൂടെ ചോദിച്ചു നോക്ക്. അത് എന്റെ അടുത്തുള്ള സ്നേഹം കാരണം അല്ലേ അമ്മ? അതെ, ജീവനി കൊതിയുള്ളത് കൊണ്ടാ. ഓ, അതായത് എന്റെ പാചകം മോശമാണെന്ന് അല്ലേ അമ്മ? എന്റെ പാചകം മോശമാണോ അമ്മ? അച്ഛാ, ഞാൻ ഇതിനൊന്നുമില്ലട്ടാ. അതല്ല, എന്റെ കാന്താരി രസം അത് അച്ഛന് ഭയങ്കര ഇഷ്ടമല്ലേ? കാന്താരി രസം സൂപ്പറാ, അടിപൊളി പോകയും. കണ്ടാ, അമ്മയടുത്ത് ചോദിച്ചു നോക്ക്. അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമാണ് അല്ല അമ്മ? പിന്നെ അത് ഒരു വട്ടം കഴിച്ചോണ്ടല്ലോ, പിന്നെ ആ ടേസ്റ്റ് ആരും മറക്കത്തില്ല അല്ലേ ഏട്ടാ? പിന്നെ എന്ത് വേണം? ഒന്നും വേണ്ടേ. ഞാൻ ഇവിടെ തൂക്കുന്നതല്ലേ അമ്മമ്മയുടെ പ്രശ്നം. ഞാൻ അപ്പുറത്തെങ്ങാനും പോയി തൂക്കാം. പുത്തനച്ചി പരപ്പുറം തൂക്കും. പുത്തനച്ച് പെരപ്പുറം തൂക്കൂന്ന്? എന്റെ കല്യാണം കഴിഞ്ഞിട്ട് കൊറേ കൊല്ലായി. ഞാൻ എന്തിനു ഇനി പെരപ്പുറം തൂക്കണം? ഈ നാക്കില്ലായിരുന്നെങ്കിൽ എന്നേ പട്ടിയോ പൂച്ചയോ കൊണ്ടുപോയത്. അത് പാരമ്പര്യ, തായ് വഴി കിട്ടിയതാ. എന്റെ കയ്യിൽ നിന്ന് മേടിക്കരുത് കേട്ടെ. ഞാൻ പൊക്കോളാം എന്റെ പൊന്നെ. നല്ല ദേഷ്യത്തിലാണല്ലോ. ഒന്നുമില്ലെന്നേ, ഇങ്ങനൊക്കെ നിന്നാലേ ഒരു ചൂടുണ്ടാവത്തുള്ളൂ, ഇല്ലെങ്കിലേ മടി പിടിക്കും. അത് ഞാൻ പറയാതെ തന്നെ സീതയ്ക്ക് അറിയാവല്ലോ. അയ്യോ, ഞാൻ രാവിലെ പറഞ്ഞതിന്റെ പേരിലാണോ ഇപ്പൊ ഇങ്ങനെയൊക്കെ അമ്മ ചെയ്യുന്നേ? അയ്യോ, അങ്ങനൊന്നുമില്ല. അങ്ങനെയുള്ള സ്വഭാവമൊന്നും ചോനറത്തലക്കാർക്കില്ല, പ്രത്യേകിച്ച് ഈ ഭവാനിക്ക് അറിയാലോ.